എൻ്റെ നയനെ, വിവാഹം കഴിഞ്ഞ് വരുന്ന പെൺകുട്ടികളെ ഭർത്താവ് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, ഭർത്താവിൻ്റെ തണലുണ്ടെങ്കിൽ, അമ്മായി അമ്മ സ്നേഹിച്ചില്ലെങ്കിലോ അമ്മായിയമ്മയുടെ കരുതലില്ലെങ്കിലോ ഒന്നും പേടിക്കാനില്ല. നിനക്ക് ഞാനില്ലേ നയനെ? നമ്മുടെ ആദർശിന് ആകെ നല്ല സ്വഭാവമൊക്കെ വന്നു എന്ന് തോന്നുന്നു. ആദർശ് എന്തായാലും നമ്മുടെ നയനയ്ക്ക് പറയുന്നൊരു വാക്കാണ്, നയനയുടെ അടുത്ത് പറയുന്നൊരു വാക്കാണ്. എന്തുകൊണ്ടായിരിക്കും നമ്മുടെ ആദർശ് ഈ തരത്തിൽ പറഞ്ഞ് നമ്മുടെ നയനയെ സമാധാനിപ്പിക്കാനായിട്ട് ശ്രമിച്ചത്? അപ്പോൾ നമ്മുടെ അനന്തപുരിയിൽ എന്തെങ്കിലുമൊക്കെ നടന്നിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ അതിലേക്കൊക്കെ നമുക്ക് പോവാം. അതിന് മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനും ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് പോകാം. ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് 30-ാം തീയതിയിലെ എപ്പിസോഡിൻ്റെ റിവ്യൂ. അപ്പോൾ റിവ്യൂ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ആദർശ് നയനയും വിളിച്ചുകൊണ്ട് മുറിയിലേക്ക് പോവുകയാണ്. അതിന് കാരണമെന്ന് വെച്ചാൽ ദേവയാനി നമ്മുടെ നയനയ്ക്ക് കൊടുക്കാനായിട്ട് ഗിഫ്റ്റുമായിട്ട് വന്ന് നമ്മുടെ അനാമികയുടെ മുന്നിൽ വെച്ചിട്ട് നയനയെ ഒരുപാട് ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കുകയാണ്. അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ ആദർശിന് അത് വളരെയധികം വിഷമം ഉണ്ടാക്കുകയാണ്. അങ്ങനെ നയനയും കൂട്ടി മുറിയിലേക്ക് പോവുകയാണ്. അങ്ങനെ മുറിയിൽ ചെല്ലുമ്പോഴത്തേക്ക് നമ്മുടെ നയനെ ഇങ്ങനെ ഒന്നും മിണ്ടാണ്ടിരിക്കുമ്പോഴത്തേക്ക് ആദർശ് ചോദിക്കുകയാണ്, എന്താ നയനെ, നിനക്ക് അമ്മ പറയുന്നത് കേട്ടിട്ടാണോ നീ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നത്? സാരമില്ല നയനെ, അത് വിട്ടേക്ക് എന്നിങ്ങനെ പറയണം. അപ്പോൾ നയന പറയണ്, സാരമില്ല ആദർശേട്ടാ, അമ്മ പറഞ്ഞെങ്കിൽ അത് സത്യമായിട്ടുള്ള കാര്യമല്ലേ പറഞ്ഞത്. അമ്മയ്ക്ക് എന്നെയും ചേച്ചിയെന്നും ഇവിടുത്തെ മരുമക്കളായിട്ട് കാണാനായിട്ട് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. അമ്മയുടെ ആ ഒരു ആഗ്രഹത്തിനും അല്ലെങ്കിൽ അവരുടെ നിലവാരത്തിനും ഒത്ത രീതിയിൽ വന്ന മരുമക്കളല്ലല്ലോ നമ്മൾ. അതുകൊണ്ട് തന്നെ ഇനി ഒരിക്കലും അതിന് സാധിക്കുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് ആദർശ് പറയണേ, നീ അതിന് വിഷമിപ്പിക്കുന്നത് എന്തിനാണ് നയനെ? നേരത്തെ ആണെങ്കിൽ ശരി, എൻ്റെ ഒരു സപ്പോർട്ട് നിനക്കുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ നിനക്ക് ഞാനില്ലേ നയനെ? ഇപ്പോൾ അമ്മായിയമ്മ എങ്ങനെയുള്ളതായാലും ഭർത്താവിൻ്റെ സപ്പോർട്ടുണ്ടെങ്കിൽ ഒരു സ്ത്രീക്ക് ഏറ്റവും വലുത് അതുതന്നെയല്ലേ? നിനക്ക് ഞാനില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ആദർശ് നമ്മുടെ നയനയെ സമാധാനിപ്പിക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ നയനയ്ക്ക് ഒരുപാട് സന്തോഷമാവുകയാണ്. അപ്പോൾ ആദർശ് പറയണ, എൻ്റെ നയനെ, നിന്നെ അമ്മ നന്നായിട്ട് വേദനിപ്പിക്കുന്നതെന്ന് എനിക്കറിയാം. പക്ഷേ അതൊക്കെ കേട്ടിട്ട് നീ മിണ്ടാതെ നിൽക്കുന്നുണ്ടല്ലോ, അതാണ് എൻ്റെ മനസ്സിന് ഏറ്റവും വലിയ സന്തോഷം തോന്നുന്ന കാര്യം എന്ന് വെച്ചാൽ, നീ അമ്മയ്ക്കൊപ്പം ഒരിക്കലും സംസാരിക്കണമെന്ന് ഞാൻ പറയത്തില്ല. അങ്ങനെയാണെങ്കിൽ അതെനിക്ക് നല്ല വിഷമമാവും. പിന്നെ നിന്നെ അമ്മ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ തിരിച്ച് പറയണം ആഗ്രഹം ഉണ്ടെങ്കിലും ഞാനൊന്നും പറയാത്തതെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ അമ്മയെ അത്രയേറെ സ്നേഹിക്കുന്നു. എൻ്റെ അമ്മ എന്നെയും തിരിച്ച് സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ വായിൽ നിന്ന് എന്തെങ്കിലും ഒരു വാക്ക് വീണിട്ട് അമ്മയെ വേദനിപ്പിക്കേണ്ടെന്ന് കരുതിയിട്ട് മാത്രമാണ് ഞാൻ അമ്മയോട് ഒന്നും പറയാത്തത് എന്നിങ്ങനെ പറയണ. എന്നെ മനസ്സിലാക്കി നീ എനിക്ക് വേണ്ടിയിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം എന്ന് പറയണ ആദർശ്. അപ്പോൾ നയന് പറയണ, ആദർശ് ഏട്ടാ, ആദർശ് വീട്ടിന് വേണ്ടിയിട്ട് എത്ര വിട്ടുവീഴ്ച ചെയ്യാനും ഞാൻ തയ്യാറാണ്. പക്ഷേ ആദർശേട്ടൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരിത്തിരി സ്നേഹം എനിക്ക് വേണ്ടിയിട്ട് അവിടെ വച്ചിരുന്നാൽ മാത്രം മതി എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോൾ ആദർശ് പറയണ, എൻ്റെ നയനെ, എൻ്റെ മനസ്സ് നിറയെ എനിക്കിപ്പോൾ നിന്നോട് സ്നേഹം മാത്രമേ ഉള്ളൂ എന്നിങ്ങനെ പറയുകയാണ്. അതിനുശേഷം ആദർശ് പറയണം, ഇങ്ങനെയൊക്കെ ആണെങ്കിലും നീ ആളൊരു ദുഷ്ടയാണ്. അപ്പോൾ നയന ചോദിക്കണം, അതെന്താ ആദർശേട്ടാ അങ്ങനെ പറഞ്ഞത്? എന്തിനാ എന്നെ ദുഷ്ടയെന്ന് വിളിച്ചത്? എൻ്റെ നയനെ, നീ ഇവിടെ നിന്ന് പോയില്ലേ നിൻ്റെ വീട്ടിൽ? അതിനുശേഷം നീ എന്നെ ഒന്നും ഇങ്ങോട്ട് വിളിക്കുക കൂടി ചെയ്തില്ലല്ലോ. നിനക്ക് എൻ്റെ അടുത്ത് തിരികെ വരണമെന്ന് തോന്നിയതും ഇല്ലല്ലോ. എന്നിട്ടും ഞാനല്ലേ നാണം കെട്ട് നിൻ്റെ വീട്ടിൽ വന്ന് നിന്നെ വിളിച്ചുകൊണ്ടിങ്ങ് പോകുന്നത് എന്ന് പറയാണ്. അപ്പോൾ ഉടനെ നയന ചോദിക്കണ, അത് ആദർശേട്ടൻ മുത്തച്ഛന് വേണ്ടിയിട്ടല്ലേ എന്നെ തിരികെ വിളിച്ചത്? മുത്തച്ഛന് വേണ്ടിയിട്ടാണോ എന്ന് ചോദിച്ചാൽ, മുത്തച്ഛന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞാലും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇത്തിരി സ്നേഹമൊക്കെ നിന്നോടുണ്ട്. സത്യത്തിൽ എനിക്കത് എങ്ങനെ പ്രകടിപ്പിക്കണം എന്ന് അറിയാൻ പറ്റുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. കുറേ പോരായ്മകളൊക്കെ എൻ്റെ ഭാഗത്ത് നിന്നുണ്ട് നയനെ, അതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതൊക്കെ പതിയെ പതിയെ ഞാൻ തിരുത്തി കൊണ്ടുവരാം. അതിനു വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് ശ്രമിക്കുന്നുണ്ട് നയനെ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് നയന പറയുകയാണ്, സാരമില്ല ആദർശേട്ടാ, എന്നെ ആദർശേട്ടൻ മനസ്സിലാക്കുന്നുണ്ടല്ലോ, എനിക്കത് മതി എന്നിങ്ങനെ പറയണം. അപ്പോൾ ആദർശ് പറയണം, എൻ്റെ നയനെ, പിന്നെ എൻ്റെ അമ്മ കൂടെ ഇരുന്ന് നിൻ്റെ അടുത്ത് നീ മരുമകളായിട്ട് അംഗീകരിക്കുന്നില്ല എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുമെങ്കിലും ഇന്നു മുതലുണ്ടല്ലോ എൻ്റെ അമ്മ അറിയപ്പെടുന്നത് പോലും നിൻ്റെ പേരിലായിരിക്കും. നയനയുടെ അമ്മായിയമ്മ, നയനയുടെ ഭർത്താവ്, നയനയുടെ വീട്, അങ്ങനെയൊക്കെ ആയിരിക്കും ഈ അനന്തപുരിയിലുള്ളവർ ഇനി അറിയപ്പെടുന്നത്. ഇതിനു മുമ്പുണ്ടല്ലോ മൂർത്തി സാറിൻ്റെ കൊച്ചുമക്കൾ, മൂർത്തി സാറിൻ്റെ മരുമകൾ, അങ്ങനെയൊക്കെ ആയിരുന്നു എല്ലാവരും അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. ഇനി എൻ്റെ മുത്തശ്ശൻ പോലും ചിലപ്പോൾ നിൻ്റെ പേരിലായിരിക്കും അറിയപ്പെടുന്നത് എന്ന് പറയുകയാണ് ആദർശ്. അതിനുശേഷം ആദർശ് മൊബൈൽ എടുക്കുകയാണ്. എന്നിട്ടൊരു വീഡിയോ കാണിച്ചു കൊടുക്കുകയാണ് നമ്മുടെ നയനെ. അതായത് നയനയെ പറ്റിയിട്ട്
നയനയെ പറ്റിയിട്ട് പല ചാനലുകളിലും വന്ന വീഡിയോകളാണ്. അതിങ്ങനെ ആദർശ് കാണിച്ചു കൊടുക്കുകയാണ്. അത് കാണുമ്പോൾ നയനയ്ക്ക് ഒരുപാട് സന്തോഷമാവുകയാണ്. അപ്പോൾ നയന പറയണേ, എനിക്കൊന്നും വേണ്ട ആദർശേട്ടാ, ആദർശേട്ടൻ്റെ മനസ്സിൽ ഒരിത്തിരി ഇടം വേണം, അതിനപ്പുറത്തോട്ട് ഒരു ആഗ്രഹവുമില്ല എനിക്ക്. അപ്പോൾ ആദർശ് പറയണേ, എൻ്റെ നയനെ, ശരിക്കും പറയുകയാണെങ്കിൽ മുത്തശ്ശൻ്റെ തീരുമാനം എന്താണെന്ന് വെച്ചാൽ, നിനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ ക്യാബിനോട് കൂടി ഒരു ചെയർ അത് നിനക്ക് വേണ്ടിയിട്ട് കരുതാനായിട്ട് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷേ നീ അതിനെ എതിർക്കുന്നത് എന്താണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. എനിക്കിപ്പം നിനക്ക് കൂടി ഓഫീസിൽ വരാമല്ലോ എന്നിങ്ങനെ പറയണേ. അപ്പം നയന പറയണു, വേണ്ട ആദർശേട്ടാ, അത്തരത്തിലുള്ള വലിയ മോഹങ്ങളൊന്നും എനിക്കില്ല, ഞാൻ ഇവിടെ തന്നെ പറ്റിക്കൂടിക്കൊള്ളാം. പിന്നെ നമ്മുടെ ജ്വല്ലറിയെ സഹായിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ രാവിലെ അവിടെ വന്നിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ഓഫീസിൽ വരാതെ തന്നെ വീട്ടിലിരുന്നാലും ഇതൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഞാൻ ഇത്രയും വർക്കുകൾക്കൊക്കെ ഡിസൈൻ ചെയ്ത് തന്നതൊക്കെ ഞാൻ ഒരുപാട് കാര്യങ്ങളൊക്കെ, അതായത് ഇത്രയും ഡിസൈനൊക്കെ ഞാൻ ആദർശേട്ടന് ചെയ്തു തന്നത് കമ്പനിയിൽ വന്നിരുന്നിട്ടൊന്നും അല്ലല്ലോ, വീട്ടിലിരുന്നിട്ടല്ലേ. അപ്പോൾ ഇനിയും വർക്കുകളൊക്കെ വരുമ്പോൾ എൻ്റെ ജോലിക്കിടയിൽ സമയം കണ്ടെത്തി ഞാൻ എല്ലാം സെറ്റാക്കി തരും എന്നിങ്ങനെ പറയുകയാണ്. അത് കേൾക്കുമ്പോൾ ആദർശിന് ഒരുപാട് സന്തോഷമാവുകയാണ്. അങ്ങനെ നമ്മുടെ ആദർശ് പറയാണ്, എൻ്റെ നയനെ, ഇന്നത്തെ ഈ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് മുത്തശ്ശൻ ഇവിടെ ഒരുപാട് ബ്യൂട്ടീഷ്യനെ, അതായത് നല്ല പേര് കേട്ട ബ്യൂട്ടീഷ്യന്മാരെ ഇവിടേക്ക് വിളിച്ച് വരുത്തിയിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ നിങ്ങളെ സന്തോഷിപ്പിക്കാനായിട്ടാണ് വരുന്നത്. അവർ നിങ്ങളെ അണിയിച്ചൊരുക്കി സുന്ദരിമാരാകും ആക്കും. അതിനുശേഷം നിങ്ങൾക്ക് അവർക്കൊപ്പം അല്ല, അതിനുശേഷം നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഷോപ്പിങ്ങിനൊക്കെ ആയിട്ട് പുറത്തേക്ക് പോവാം. തിരികെ വരുമ്പോൾ ഞങ്ങൾ ആണുങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഭക്ഷണമൊക്കെ റെഡിയാക്കി വെക്കും. അപ്പം നയന ചോദിക്കുകയാണ്, അയ്യോ ആദർശേട്ടാ, അതിന് ആദർശേട്ടന് എന്തെങ്കിലും വെക്കാൻ അറിയോ? എനിക്ക് വെക്കാനൊക്കെ അറിയാം. ആരാ പറഞ്ഞ എനിക്കറിയില്ലെന്ന്? ആദർശേട്ടന് വെക്കാനൊന്നും അറിയില്ലെന്ന് എനിക്കറിഞ്ഞൂടെ. ആദർശേട്ടനൊക്കെ കൂടി ചേർന്ന് വെച്ചിട്ട് അവസാനം എല്ലാവരും വയറ് കേടാക്കോ? ഇല്ല നയനെ, നീ അല്ലെങ്കിൽ കണ്ടോ, ഞങ്ങൾ വളരെ നന്നായിട്ട് തന്നെ ഭക്ഷണം പാചകം ചെയ്യും, അല്ലെങ്കിൽ നോക്കിക്കോ എന്നൊക്കെ പറയുകയാണ് നമ്മുടെ ആദർശ് പറയുകയാണ്. അതേ സമയത്ത് എല്ലാവരും കൂടി ഇങ്ങനെ വട്ടം കൂടി ഇരിക്കുകയാണ്, മേക്കപ്പ് ചെയ്യാനായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴത്തേക്ക് എല്ലാവരും ഉണ്ട് ഇങ്ങനെ നിരന്നിരിക്കുകയാണ്. അപ്പോൾ ഉടനെ തന്നെ എല്ലാവരുടെയും ദേഹത്ത് ഇങ്ങനെ കറുത്ത തുണി ഇട്ട് ഇങ്ങനെ മറച്ചു വെച്ചിരിക്കുകയാണ്. അതായത് മേക്കപ്പ് ചെയ്യുമ്പോൾ ദേഹത്തൊന്നും ചീത്തയാകാതിരിക്കാൻ, ഡ്രസ്സൊന്നും ചീത്തയാകാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ മുത്തശ്ശി ചോദിക്കുകയാണ്, എന്തിനാണ് ഇത്രയും ബ്യൂട്ടീഷ്യന്മാരുടെ ആവശ്യം, ഒരാൾ പോരായിരുന്നോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ നവ്യ പറയാണ്, എൻ്റെ മുത്തശ്ശി, ഒരാളാണെങ്കിലുണ്ടല്ലോ, ഇത്രയും ആളുകൾക്ക് ഒരാളാണ് നിൽക്കുന്നതെങ്കിൽ പെട്ടെന്നൊന്നും ചെയ്ത് തീരില്ല, അതുകൊണ്ടാണ് ഇത്രയും പേര് എന്നിങ്ങനെ പറയുകയാണ്. അതായത് ഒരാൾക്ക് ഒരു ബ്യൂട്ടീഷ്യൻ, ആ കണക്കിനാണ് വന്നിരിക്കുന്നത്. അങ്ങനെ ഇങ്ങനെ മേക്കപ്പൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരുടെയും മുഖത്ത് ഭയങ്കര സന്തോഷം, എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിട്ടിരിക്കുകയാണ്. കാരണം മേക്കപ്പൊക്കെ ചെയ്യുന്നു, എല്ലാവർക്കും മേക്കപ്പൊക്കെ ചെയ്തിട്ട് പുറത്തേക്കൊക്കെ കറങ്ങാനൊക്കെ ആയിട്ട് പോകാനുള്ള ആ ഒരു സന്തോഷത്തിലാണ്. അപ്പോൾ നമ്മുടെ ദേവയാനി പറയാണ്, അനാമികയോട് പറയാണ്, മോളെ അനാമികേ, ജ്വല്ലറിയിൽ പോയി മോക്ക് ആവശ്യമുള്ള സ്വർണ്ണമൊക്കെ എടുക്കാത്തത് എന്ത്? സ്വർണ്ണം എടുക്കാൻ പോകണമെന്ന് പറഞ്ഞിട്ട് മോളെന്താ ചെല്ലാത്തത്? അപ്പോൾ അനാമിക പറയണേ, ഞാൻ പോണില്ല ആൻറ്റി, ഞാൻ അമ്മായി എന്നാണ് പറയുന്നത്, ഞാൻ പോണില്ല അമ്മായി, ഞാൻ എന്തിനാണ് പോകുന്നത്? ഇവിടെ തന്നെ ഉണ്ടല്ലോ നല്ലൊരു ഡിസൈനർ, ഇവർ തന്നെ, അതായത് നയനയാണ് പറയുന്നത്, ഇവിടെ തന്നെ ഉണ്ടല്ലോ നല്ലൊരു ഡിസൈനർ. ഈ ഡിസൈനർ ഡിസൈൻ ചെയ്യുന്നത് ഏതെന്ന് വെച്ചാൽ, അതായത് നയന സെലക്ട് ചെയ്യുന്ന സാധനം അനാമിക ഉപയോഗിച്ചോളാം എന്നാണ് അനാമിക പറയുന്നത്. അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ അത് കനകത്തിനൊക്കെ ഭയങ്കര സന്തോഷമായി. പക്ഷെ അത് ദേവയാനിക്ക് ഒട്ടും പിടിച്ചില്ല. അപ്പോൾ തന്നെ ദേവയാനി പറയണം, നല്ല ഡിസൈനർ എന്ന് പറയുന്നതിനേക്കാളും നല്ലതേ ജോലിക്കാരിയായ വീട്ടുവേലക്കാരിയായ ഡിസൈനർ എന്ന് പറയുന്നതായിരിക്കും നല്ലത് എന്നിങ്ങനെ പറയണം. അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് കനകയ്ക്ക് ഒട്ടും പിടിക്കുന്നില്ല. നവ്യ മനസ്സിൽ വിചാരിക്കണം, ഇവരെൻ്റെ വായിൽ നിന്ന് എന്തെങ്കിലും കേൾക്കും, ഈ നയനയ്ക്ക് എന്താ എന്തെങ്കിലും പ്രതികരിച്ചുകൂടെ എന്നിങ്ങനെ മനസ്സിൽ കരുതുകയാണ്, നമ്മുടെ നവ്യ മനസ്സിൽ കരുതുകയാണ്. അപ്പോൾ ഉടനെ തന്നെ ഇത് കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ ആരാണ്, നമ്മുടെ ജലജ പറയുകയാണ്,
അവളെ കൊണ്ട് എന്തിനു കൊള്ളാം, അവൾ എങ്ങനെയൊക്കെയോ ഇച്ചിരി ആർട്ട് വർക്കൊക്കെ ചെയ്തതുകൊണ്ട് അവൾക്ക് ഇതൊക്കെ കിട്ടിയെന്നുള്ളേ ഉള്ളൂ, അല്ലാതെ വലിയ കഴിവൊന്നും ഉണ്ടായിട്ടല്ല എന്നിങ്ങനെ പറയണം. അപ്പോൾ ഉടനെ ദേവയാനി പറയണം, അത് ജലജ പറഞ്ഞത് കറക്റ്റാണ്. കാര്യം ഇവക്കൊക്കെ അവാർഡ് കൊടുത്തതെന്ന് വെച്ചാൽ ഇവിടെ ഉള്ളവരുടെയുള്ള ഭാഗ്യം കൊണ്ടോ ഇവിടുത്തെ അച്ഛനോടുള്ള ബഹുമാനം കൊണ്ടോ അങ്ങനെ ഇങ്ങനെയൊക്കെ കിട്ടിയതാണ്, അല്ലാതെ കഴിവൊന്നും കണ്ടിട്ടൊന്നും കിട്ടിയതല്ല. ഈ ആർട്ട് വർക്കൊക്കെ ആയിട്ട് നടക്കുന്ന എല്ലാവർക്കും മെയിൻ ഡിസൈനറിൻ്റെ അവാർഡ് കിട്ടാൻ പോവുകയാണോ എന്നൊക്കെ പറയുകയാണ്. അതായത് മൂർത്തി സാറിൻ്റെ ആടോടുള്ള ആ ഒരു ബഹുമാനവും അവരുടെ ആ മൂർത്തീസ് ജ്വല്ലറിയുടെ ആ ഒരു പാരമ്പര്യമൊക്കെ വെച്ചിട്ട് നയനെ മത്സരിച്ചപ്പോൾ നയനയ്ക്ക് കിട്ടിയതാണെന്നൊക്കെയാണ് പറയുന്നത് ദേവയാനിയൊക്കെ. അപ്പോൾ അത് കേട്ടിട്ട് ഇങ്ങനെ ഒന്നും മിണ്ടാണ്ട് നയനയ്ക്കൊന്നും ഒട്ടും ഇഷ്ടമാവുന്നില്ല. പക്ഷെ അവരൊക്കെ ഒന്നും മിണ്ടാണ്ട് ഇങ്ങനെ പ്രതികരിക്കാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നാൽ അപ്പം തന്നെ ദേവയാനി പറയണത്, മോളെ അനാമികേ, ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, നീയാണ് ഈ കുടുംബത്തിലെ മരുമകൾ, നീ വേണം ഈ വീട്ടിൽ ആദ്യമായിട്ട് വലങ്കാല് വെച്ച് വരേണ്ടത്. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ നവ്യ ചോദിക്കുകയാണ്, അതെന്താ അമ്മായി ഇങ്ങനെ പറയുന്നത്, ഞാനും ഇവളും ഒക്കെ ഈ വീട്ടിൽ വലങ്കാല് വെച്ച് തന്നെ അല്ലേ കയറി വന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് ജലജ പറയണ്, ഹെടി നീയൊക്കെ ഈ വീട്ടിലെ വേലക്കാരികളാണ്, നീയൊക്കെ 2 പെൺകുട്ടികളും വലിഞ്ഞല്ലേ ഇങ്ങോട്ടേക്ക് കയറി വന്നത്, അതുകൊണ്ട് നീ നിൻ്റെ അനിയത്തിയുണ്ടല്ലോ, അങ്ങനെ നിങ്ങൾ 2 എണ്ണം ഇവിടുത്തെ വേലക്കാരികളാണ്. നിങ്ങൾ 2 എണ്ണം ആക്കണ്ട, നിൻ്റെ അമ്മയും കൂട്ടി നിങ്ങൾ 3 എണ്ണം ഈ കുടുംബത്തിലെ വേലക്കാരികളാണ് എന്നിങ്ങനെ പറയുകയാണ്. ആരാണ്? നമ്മുടെ ജലജ പറയുകയാണ്. അത് കേൾക്കുമ്പോഴത്തേക്ക് നവ്യ ഉടനെ തന്നെ പറയാണ്, അല്ല നിങ്ങൾ, അയ്യോ അങ്ങനെ അല്ല, ഞങ്ങൾ 3 പേരല്ല, നിങ്ങളെ കൂടി കൂട്ടിയിട്ടേ 4 വേലക്കാരികളുണ്ട് ഇവിടെ എന്നിങ്ങനെ പറയാണ് നമ്മുടെ നവ്യ പറയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് ദേവയാനി പറയണേ, എടീ അങ്ങനെ 4 ആക്കണ്ട, നീ എന്നെ മാത്രം മാറ്റി നിർത്തണ്ട, എന്നെയും കൂട്ടി 5 പേരുണ്ടെന്ന് നീ അങ്ങോട്ട് പറ എന്നിങ്ങനെ പറയണേ നവ്യയോട്. നവ്യ അന്നേരം പിന്നെ അപ്പോഴത്തേക്ക് ഉടനെ നമ്മുടെ മുത്തശ്ശി ഇടപെടുകയാണ്. മുത്തശ്ശി പറയണം, നിങ്ങൾക്കൊന്നും മിണ്ടാതിരുന്നൂടെ, എന്തിനാ ഇങ്ങനെ അടുത്ത് തർക്കിക്കുന്നത്, ഇന്ന് നമ്മളെല്ലാവരും വളരെയധികം സന്തോഷത്തോടു കൂടി ഇരിക്കട്ടെ എന്ന് കരുതിയിട്ടാ ഇവിടെ മുത്തശ്ശി ഞങ്ങളെ എല്ലാവരെയും അണിയിച്ചെടുക്കാൻ ആളിനെയൊക്കെ ഏർപ്പാടാക്കിയത്, എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ അടുത്ത് തർക്കിക്കുകയാണോ, മറ്റുള്ളവർ കേൾക്കുന്നു എന്നുള്ള ഒരു ചിന്ത പോലും ഇല്ലേ നിങ്ങൾക്ക് എന്നിങ്ങനെ മുത്തശ്ശി ചോദിക്കുകയാണ്. ഇതൊക്കെ കേട്ടോണ്ടിരുന്നിട്ട് നമ്മുടെ ജലജ ഒന്ന് കൊട്ടു കൊടുക്കുകയാണ്. ജലജ പറയുകയാണ്, നമ്മുടെ നയനയോട് പറയണത്, എടി നീ ഇവിടെ എല്ലാവരെയും മയക്കി വെച്ചിരിക്കണമെന്നേ ഇവിടെ എല്ലാവർക്കും അറിയാം, നീ ആദർശിനെ അങ്ങ് വട്ടം പിടിച്ച് വെച്ചിരിക്കുകയല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ തന്നെ നയന ചോദിക്കുകയാണ്, നമ്മുടെ ജലജയോട് ചോദിക്കുകയാണ്, അതെ, ഞാൻ എൻ്റെ ഭർത്താവിനെ വട്ടം പിടിച്ച് വെച്ചിരിക്കുകയാണ്, എൻ്റെ ഭർത്താവിനെ വട്ടം പിടിച്ച് വെക്കാനുള്ള അവകാശം എനിക്കുള്ളതല്ലേ, അതിന് നിങ്ങൾക്ക് എന്താ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ തന്നെ ദേവയാനി പറയണം, പിടിച്ചോടി, നീ വട്ടം പിടിച്ച് വച്ചോ എന്നിങ്ങനെ പറയണം. അപ്പോൾ ഉടനെ നയന പറയണം, അതിനെന്താ, ഞാൻ എൻ്റെ ഭർത്താവിന് എന്നോട് സ്നേഹമുള്ളത് കൊണ്ട് എൻ്റെ ഭർത്താവിനെ ഞാൻ വട്ടം പിടിച്ച് വയ്ക്കുന്നതിൽ എന്താ തെറ്റ്, അധികാരം കാണിക്കേടി, നീ അധികാരം കാണിച്ച് തുടങ്ങിയോ നീ എന്നിങ്ങനെ ചോദിക്കണം. അപ്പം തന്നെ നമ്മുടെ മുത്തശ്ശി പറയണം, ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ ദേവയാനി, കുറേ നേരമായല്ലോ എല്ലാവരും കൂടി എന്നും പറഞ്ഞിട്ട് മുത്തശ്ശി ഇടപെടുകയാണ്. മുത്തശ്ശി ഇടപെടുമ്പോഴത്തേക്ക് എല്ലാവരും ഇങ്ങ് സൈലൻ്റ് ആവുകയാണ്. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ അനാമിക ആ സമയത്ത് മനസ്സിൽ വിചാരിക്കുന്നു, ഇവിടെ എല്ലാ എണ്ണവും തമ്മിൽ വഴക്കാണ്, ഒറ്റ എണ്ണത്തിനെ കണ്ടുകൂടാ, മാത്രമല്ല നവ്യയെയും നയനയെയും ഇവിടെ ആർക്കും തീരെ ഇഷ്ടമല്ല, ഞാൻ ഇവിടേക്ക് കയറി വന്നിട്ട് വേണം നവ്യയെയും നയനയെയും 2 എണ്ണത്തിനെ ചുരുട്ടി മടക്കിയെടുത്ത് വെളിയിൽ കളയാൻ, അതിനുശേഷം ഈ ആനന്ദപുരി ഞാൻ ഭരിച്ച് മുടിക്കും. നമ്മുടെ അനാമിക മനസ്സിൽ വിചാരിക്കുക കേട്ടോ. പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ആണുങ്ങളാണ് കേട്ടോ. ആണുങ്ങൾ എല്ലാവരും കൂടി ഇങ്ങനെ കൂട്ടം കൂടുകയാണ്. അപ്പോൾ ആദ്യം നമ്മുടെ അജയനും ജയനും കൂടി തമ്മിൽ സംസാരിക്കുകയാണ്. ചേട്ടാ, ഇവിടെ നിൽക്കുകയാണെങ്കിലുണ്ടല്ലോ നമുക്ക് ഭക്ഷണവും സംഭവങ്ങളൊക്കെ നമുക്ക് ഇവിടെ പുറത്തുനിന്ന് വരുത്തിയാൽ മതിയായിരുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിലോ അച്ഛനറിയാതെ നമുക്ക് ലിക്കറും കൂടെ കഴിക്കാമായിരുന്നു. ഇതിപ്പോൾ നമുക്ക് അത് കഴിക്കാൻ പറ്റൂലല്ലേ ചേട്ടാ എന്ന് പറയണം. അപ്പോൾ ഉടനെ ജയം പറയണം, അതാടാ എൻ്റെയും വിഷമം, ഇങ്ങനെയൊക്കെയുള്ള ആ ചാൻസൊക്കെ വല്ലപ്പോഴും മാത്രമേ കിട്ടത്തുള്ളൂ. പക്ഷേ അച്ഛൻ പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഭക്ഷണം നമ്മൾ തന്നെ പാചകം ചെയ്യണമെന്നാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മൾ എങ്ങനെയാ ലിക്കർ അടിക്കുന്നത്, പുറത്ത് പോയാണെങ്കിൽ ആ വരുത്തുന്ന ഫുഡിൻ്റെ കൂടെ ജ്യൂസിൻ്റെ കൂടെയൊക്കെ മിക്സ് ചെയ്ത് നമുക്കങ്ങ് അകത്താക്കാമായിരുന്നു. ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്ന് പറഞ്ഞിട്ടൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ആദർശൊക്കെ അങ്ങോട്ടേക്ക് വരികയാണ്. ആദർശ്, അഭി, അതുപോലെ തന്നെ അനിരുദ്ധ്, ഇവരെല്ലാവരും കൂടി അങ്ങോട്ടേക്ക് വരികയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ആദർശ് ചോദിക്കണം, എന്താ അച്ഛാ ഇവിടെ ഒരു ചർച്ച? അല്ലടാ ആദർശേ, ഇങ്ങോട്ട് വന്നാണ്. ആദർശേ, ഈ ഫുഡ് നമുക്ക് പുറത്തുനിന്ന് വരുത്തിയാലോ? അപ്പോൾ ഉടനെ ആദർശ് പറയണം, പുറത്തുനിന്ന് വരുത്തുന്നതിന് കുഴപ്പമൊന്നുമില്ല,
പക്ഷേ ഇവിടെ പാചകം ചെയ്യണമെന്ന് മുത്തശ്ശനല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പിന്നെ നമ്മളിവിടെ ചെയ്യാതിരുന്നാൽ എങ്ങനെ? മുത്തശ്ശൻ ഒരു വാക്ക് പറയുമ്പോൾ നമുക്കതിനെ എതിർത്ത് പറയാൻ പറ്റില്ലല്ലോ അച്ഛാ. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ ജയൻ ചോദിക്കണേ, എടാ അതിനിവിടെ ആർക്കെങ്കിലും പാചകം അറിയോ? നിനക്ക് വല്ലതും അറിയോ? അപ്പോൾ ആദർശുണ്ട്, എനിക്കറിയാമോ എന്ന് ചോദിച്ചാൽ ആ എനിക്ക് കുറേയൊക്കെ അറിയാം. അപ്പോൾ ഉടനെ കുറച്ച് നിനക്കറിയാമല്ലോ, പക്ഷെ ലിക്കറാണ് ഇപ്പോൾ പ്രശ്നം, ഇനിയിപ്പോൾ എന്ത് ചെയ്യോടാ അജയ? അപ്പോൾ ഉടനെ ആദർശിക്കണേ, എന്താ അച്ഛാ, എന്താ ഈ പറഞ്ഞത്? ഏയ് ഒന്നും പറഞ്ഞില്ലടാ, നിൻ്റെ കൂടെ ഒന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞിരിക്കുമ്പോഴത്തേക്ക് നോക്കുമ്പോൾ അങ്ങോട്ടേക്ക് മുത്തശ്ശൻ വരികയാണ്. മുത്തശ്ശൻ ചോദിക്കുകയാണ്, എന്താ ഇവിടെ ഒരു ചർച്ച? അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ ജയൻ പറയണം, അത് പിന്നെ അച്ഛാ നമുക്ക് ഭക്ഷണം പുറത്തുനിന്ന് വരുത്തിയാൽ പോരെ? അപ്പോൾ ഉടനെ നമ്മുടെ മുത്തശ്ശൻ ചോദിക്കണം, ആർക്കാടാ ഇപ്പം ഭക്ഷണം പുറത്തുനിന്ന് കഴിക്കേണ്ടത്? അപ്പോൾ ഉടനെ തന്നെ എല്ലാം നമ്മുടെ ആദർശിൻ്റെ തലയിലോട്ടങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ജയൻ പറയണം, അതെ അച്ഛതേ, ഈ ആദർശാണ് പറഞ്ഞത് ഭക്ഷണമൊക്കെ പുറത്തുനിന്ന് വരുത്തുന്നതല്ലേ നല്ലതെന്ന്. ആണോടാ? നിനക്കാണോടോ ഭക്ഷണം പുറത്തുനിന്ന് കഴിക്കേണ്ടത്? അപ്പോൾ എന്താടാ ഞാൻ പറഞ്ഞാൽ ഇവിടെ ഒരു വിലയില്ലേ എന്നിങ്ങനെ മുത്തശ്ശൻ ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ തന്നെ ആദർശം പറഞ്ഞു, അയ്യോ അങ്ങനെയല്ല മുത്തശ്ശ, അത് പിന്നെ ഞാൻ ഇവിടെ വയ്ക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ മുത്തശ്ശൻ പറയണേ, എടാ നമ്മൾ ഇത്രയും പേരില്ലടാ ആദർശേ, നമുക്ക് എല്ലാവർക്കും കൂടി ചേർന്ന് ഒന്ന് ആഞ്ഞു പിടിച്ചാലുണ്ടല്ലോ എല്ലാം റെഡിയാവും. എന്നും പെണ്ണുങ്ങളല്ലേടാ നമുക്ക് വേണ്ടിയിട്ട് കിടന്ന് കഷ്ടപ്പെടുന്നത്. ഇന്ന് നമ്മൾ കഷ്ടപ്പെട്ട് അവർക്ക് വെച്ച് വിളമ്പുന്നു, അതെന്ത് സന്തോഷമുള്ള കാര്യമല്ലേടാ. അപ്പോൾ ഉടനെ തന്നെ മുത്തശ്ശൻ ചോദിക്കണം, അല്ലടാ ആദർശേ നിനക്ക് വല്ലതും അറിയാമോ? എനിക്കറിയാം മുത്തശ്ശ, എനിക്ക് കുറേയൊക്കെ അറിയാം. മുത്തശ്ശനറിയാമോ? എനിക്കറിയാമോ എന്ന് ചോദിച്ചാൽ എനിക്കൊന്നും അറിഞ്ഞൊന്നും കൂടുക. ഞാൻ പിന്നെ നിങ്ങളൊക്കെ മക്കളും കൊച്ചുമക്കളും ഒക്കെ കൂടെ ഉണ്ടല്ലോ എന്നുള്ള ഒരു സന്തോഷത്തിലാണ് ഞാൻ ഇതിനൊക്കെ ഇറങ്ങാമെന്ന് വിചാരിച്ചത്. അതപ്പോൾ എല്ലാവർക്കും ഒരു സന്തോഷമാവുമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഉടനെ തന്നെ മുത്തശ്ശൻ പറയണം, ഞാൻ ഇതുവരെ അടുക്കളയിലൊന്നും കയറിയിട്ടില്ല, അതുകൊണ്ട് എനിക്ക് പാചകം ചെയ്യാനൊന്നും അറിയില്ല. പിന്നെ എനിക്ക് അറിയാവുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ഞാൻ നിങ്ങളെ സഹായിക്കാം. നിങ്ങളെ കണ്ടുകൊണ്ടാണ് ഞാൻ ഈ പെണ്ണുങ്ങൾക്കൊക്കെ വാക്ക് കൊടുത്തത് എന്ന് പറയാണ്. അങ്ങനെ ആദർശിനെ എല്ലാവരും കൂടി ഒരു പാചക ശിരോമണിയാക്കി വെച്ചിരിക്കുകയാണ്. ആദർശിന് എന്തൊക്കെയോ അറിയാമെന്നൊക്കെ എല്ലാവരും ചിന്തിച്ച് കൂട്ടി വെച്ചിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ മുത്തശ്ശൻ പറയാണ്, എല്ലാവരും ഇനി ഈ പാൻറ് ഷർട്ടൊക്കെ മാറ്റി നേരെ അടുക്കളയിലേക്ക് വാ, ഈ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് അടുക്കളയിൽ നിൽക്കുമ്പോൾ ഇടാൻ പറ്റിയ ഡ്രസ്സൊക്കെ ചെയ്തിട്ട് വാ എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശൻ അടുക്കളയിലേക്ക് പോവുകയാണ്. അങ്ങനെ നമ്മുടെ എല്ലാവരും അവരവരുടെ മുറിയിലേക്ക് പോവുകയാണ്. പിന്നെ കാണിക്കുന്നതെന്ന് വെച്ചാൽ ആദർശും അനിയും കൂടി ഇറങ്ങി വരികയാണ്. കുശിനിക്കാരനെ പോലെയൊക്കെ നല്ല അടിപൊളി ഡ്രസ്സിലൊക്കെയാണ് വരുന്നത്. ബനിയനിട്ട് തോർത്തൊക്കെ ദേഹത്തൂടെ ഇട്ട് ഒരു കള്ളിക്കൈലി ഒരു ലുങ്കിയൊക്കെ ഉടുത്തിട്ട് വരികയാണ് നമ്മുടെ ആദർശും അനിയും. അപ്പോൾ അനി ചോദിക്കണേ, ചേട്ടാ ഈ ഡ്രസ്സിലൊക്കെ എങ്ങനെ സെറ്റായിട്ടുണ്ടോ? അപ്പോൾ ആദർശം കൊള്ളാലടാ, ഇപ്പം കണ്ടാൽ നല്ലൊരു പാചകക്കാരനാണെന്ന് തോന്നും എന്നിങ്ങനെ പറയണേ. അല്ല ചേട്ടാ, ചേട്ടന് പാചകം വല്ലതും അറിയാമോ? അപ്പോൾ ആദർശം പിന്നെ എനിക്കറിയാടാ, എനിക്ക് പാചകം ചെയ്യാനൊക്കെ അറിയാം. അപ്പോൾ അനിയോട് ചോദിക്കണേ, നിനക്ക് വല്ലതും അറിയാമോടാ അനി? എനിക്കെങ്ങനെ അറിയത്തൊന്നുമില്ല ഏട്ടനെ കണ്ടോണ്ടാ നമ്മളൊക്കെ ഇരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ബാക്കിയുള്ള വാനരസേനകളെല്ലാം കൂടി വരികയാണ്. എല്ലാവരും നല്ല വെളുത്ത ബനിയനും അതുപോലെ കൈലിയും തോർത്തും ഒക്കെ ആയിട്ട് എല്ലാവരും എത്തിയിരിക്കുകയാണ്. എല്ലാവരും വന്നിട്ട് ആദർശിനെയാണ് എല്ലാവരും ചൂണ്ടുന്നത്. ആദർശിന് എന്തൊക്കെയോ അറിയാമെന്നും പറഞ്ഞാണ് എല്ലാവരും ഇരിക്കുന്നത്. അങ്ങനെ വന്നിട്ട് നമ്മുടെ അജയൻ ചെറിയച്ഛനും നമ്മുടെ അച്ഛനും ഒക്കെ വന്നിട്ട് ആദർശിനോട് ചോദിക്കണം, എടാ ആദർശ്, അപ്പോൾ എല്ലാം ഓക്കെ ആണല്ലോ, നിനക്കെല്ലാം അറിയാമല്ലോ അല്ലേ? അപ്പോൾ ആദർശിനാണ്, എല്ലാം അറിയാമോ എന്ന് വെച്ചാൽ എനിക്ക് കുറേയൊക്കെ എനിക്കറിയാം എന്നിങ്ങനെ പറയണം. എന്നാ വാ നമുക്ക് അടുക്കളയിലേക്ക് പോകാം, അച്ഛൻ അവിടെ അടുക്കളയിലുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ അവർ നോക്കുമ്പോഴത്തേക്ക് അടുക്കളയിലോട്ട് ചെല്ലുമ്പോഴത്തേക്ക് നമ്മുടെ മുത്തച്ഛൻ പച്ചക്കറി കട്ട് ചെയ്യുകയാണ്. അപ്പോഴത്തേക്ക് ഉടനെ പറഞ്ഞു, അയ്യോ അച്ഛൻ വന്ന് ഒറ്റയ്ക്ക് ചെയ്യുന്നു. അപ്പോൾ ഉടനെ തന്നെ മുത്തച്ഛൻ പറയണ, നിങ്ങളെല്ലാവരും റെഡിയായിട്ട് വന്നോ? എന്നാൽ ഇങ്ങോട്ട് വാ, പറ്റുന്ന ജോലികളൊക്കെ നമ്മൾ ആദ്യമേ എന്താണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കണം മുത്തശ്ശൻ. അപ്പോൾ എല്ലാവരും ആദർശിനെ നേർക്ക് തിരിയാണ്. ആദർശേ, എന്താണ് ആദ്യം ചെയ്യേണ്ടത്? അത് പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം എന്നിങ്ങനെ ആദർശ് പറയുകയാണ്. അതേസമയത്ത് പെണ്ണുങ്ങൾ അവിടെ ഭയങ്കര മേക്കപ്പ്, ഓരോരുത്തരെയും മേക്കപ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ഓരോരുത്തരെയും. അപ്പോൾ മുത്തശ്ശിയെ വരെ വെറുതെ വിട്ടിട്ടില്ല, മുത്തശ്ശിയെ മേക്കപ്പ് ചെയ്യാണ്. അപ്പോൾ മുത്തശ്ശി പറയണം, നല്ല നീറ്റിൽ ഞാൻ ഇതുവരെ
പോലും മേക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മുടെ എന്താണ് അത് പറയുമ്പോഴത്തേക്ക് എന്നിട്ട് മുത്തശ്ശി പറയണം, എൻ്റെ മുഖത്തൊക്കെ ഇതൊക്കെ ഇങ്ങനെ മേക്കപ്പൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് അടയാളമൊക്കെ വരുമോ എന്തോ മുത്തശ്ശി പറയണം. അപ്പോൾ ദേവയാനി പറയണേ, ഇല്ലമ്മേ, ഈ അടയാളമൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള മേക്കപ്പുകളും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത് എന്ന് പറയണം. അങ്ങനെ ഇങ്ങനെ മേക്കപ്പൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മുത്തശ്ശി പറയണം, നല്ല നീറ്റലുണ്ട്, എൻ്റെ മുഖമൊക്കെ നീറുന്നു. അപ്പോൾ ഉടനെ തന്നെ കനക പറയണം, എനിക്കും നീറുന്നു എന്ന് പറയണം. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ ജലജ പറയണം, നീറ്റല് നമുക്കും ഉണ്ട്, പക്ഷെ നീ ഇവിടെ വന്നതിന് ശേഷം ഞങ്ങളുടെ ഹൃദയത്തിലാണ് നീറ്റലടിക്കുന്നത് എന്നിങ്ങനെ പറയണം, ഞങ്ങളുടെ ചങ്കിലാണ് നീറ്റലടിക്കുന്നത് എന്ന് പറയണം. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ നമ്മുടെ നവ്യ പറയുകയാണ്, അങ്ങനെ നീറ്റലടിക്കുന്നെങ്കിലേ കുറച്ച് വെള്ളം കോരിയും കൊഴിച്ചേരെ എന്ന് പറയണം. അപ്പോൾ ഉടനെ മുത്തശ്ശി പറയണം, നിങ്ങളൊന്ന് തർക്കിക്കാതിരിക്കുക, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പരസ്പരം കലഹിക്കുന്നത് എന്നിങ്ങനെ മുത്തശ്ശി ചോദിക്കുകയാണ്. അങ്ങനെ നമ്മുടെ അനാമികയാണെങ്കിൽ ഇവർ തമ്മിൽ വഴക്കൂടുന്നതൊക്കെ നോക്കി ആസ്വദിക്കുകയാണ്. അനാമികയുടെ മനസ്സിലെന്ന് വെച്ചാൽ, എന്തായാലും ഞാൻ ഇവിടെ വരുമ്പോൾ ഇവളുമാരുടെ രണ്ടെണ്ണത്തിനെ ആർക്കും കണ്ടുകൂടല്ലേ, ഞാൻ ഇവിടെ വരുമ്പോൾ എല്ലാം സെറ്റാക്കി തരാം, എല്ലാ എണ്ണത്തിനെ അടിച്ച് വെളിയിൽ കളയാം എന്നൊക്കെയുള്ള ധാരണയിൽ നമ്മുടെ അനാമിക ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ മുത്തശ്ശൻ പറയുകയാണ്, രാജ്യം ഭരിച്ചിരുന്ന രാജാവ് ഇനി നാട് നീങ്ങാൻ ഇനി എത്ര നാളാണുള്ളത്, അതിന് അമ്മച്ചി ഇതൊക്കെ ഒന്ന് ആസ്വദിക്കണം, ഇതൊക്കെ നമുക്ക് വീണ് കിട്ടുന്ന സന്തോഷങ്ങളാണ് മക്കളെ എന്നൊക്കെ പറയണം. മുത്തശ്ശൻ വലിയ കാര്യങ്ങളൊക്കെ പറയുകയാണ്. അങ്ങനെ എന്താണ് അവിടെ പാചകങ്ങളൊക്കെ തകൃതിയായിട്ട് നടക്കാനൊക്കെ ആയിട്ട് തുടങ്ങുകയാണ്. മുത്തശ്ശൻ പാചകങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് എല്ലാം പച്ചക്കറികളൊക്കെ മുത്തശ്ശൻ തന്നെ എല്ലാം കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ബാക്കിയുള്ളവർ അവിടെയും ചെന്ന് പിടിക്കുന്നു, ഇവിടെയും ചെന്ന് പിടിക്കുന്നു, ആർക്കും ഒരു ഐഡിയയും ഇല്ല. അപ്പോൾ ഉടനെ തന്നെ അവർ മാറി നിന്ന് ചർച്ച ചെയ്യണം. ആദർശ് അനിയോട് പറയണം, എടാ അനി അനി ആദർശിനോട് പറയണം, ഏട്ടാ ഒരു കാര്യം ചെയ്യാം, നമുക്ക് പുറത്ത് പോയിട്ട് ഫുഡ് എന്തെങ്കിലും ഒപ്പിച്ചുകൊണ്ട് വരാം ഇവിടെ. അപ്പോൾ ഉടനെ ആദർശ് പറയണം, എടാ നീ എന്നാൽ ഒരു കാര്യം ചെയ്യും, ബാക്കിലത്തെ മതിൽ ചാടി പുറത്ത് പോയിട്ട് കൊണ്ടുപോകാമെന്ന് പറയുകയാണ്. ഭക്ഷണം പുറത്തുനിന്ന് വരുത്തിക്കൊണ്ട് വരാൻ പറയണം. അപ്പോൾ അനി പറയണം, അയ്യോ അതെങ്ങനെ ഏട്ടാ, ചൈനയുടെ വൻമതിൽ കണക്കിരിക്കുന്ന ഇവിടുത്തെ മതിൽ ചാടി കിടക്കുന്നത് എങ്ങനെ എന്ന് ചോദിക്കണം, നമ്മുടെ അനി ചോദിക്കണം. അപ്പോൾ ആദർശിനാണ്, എടാ ഇന്നിപ്പോൾ അല്ലെങ്കിൽ ഭക്ഷണമൊക്കെ ഇപ്പോൾ കുളമാവുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഉടനെ തന്നെ അത് അനി പറയണേ, ചേട്ടനെ കൊണ്ടൊന്നും അറിഞ്ഞൂടെ. അപ്പോൾ ആദർശിനാണ്, കുഴപ്പമൊന്നുമില്ലടാ, ഞാൻ കുറേയൊക്കെ എനിക്കറിയാം എന്ന് പറയണം. അപ്പോൾ ഉടനെ തന്നെ ജയനും അജയനും മാറിയിരിക്കുകയാണ്. അവർ തമ്മിൽ പറയണം, ഇനിയിപ്പോൾ ഇത് എങ്ങനെ ചെയ്യുന്ന ഒരു ഐഡിയ ഇല്ലല്ലോ, ഇതിപ്പോൾ എന്താ ചെയ്യുക എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അതിനുശേഷം എല്ലാവരും ആദർശിനെ കോർണർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആദർശിനോട് ചോദിക്കണം, ആദർശേ ഇനി ഇതൊക്കെ പാചകം തുടങ്ങണമെങ്കിൽ ഇത് എന്തൊക്കെ വേണം? അപ്പോൾ ഉടനെ എന്താടാ ആദർശ് എന്തെങ്കിലും ഒരു ഐഡിയ പറ. അപ്പോൾ ആദ്യം നമ്മൾ എന്താ ഉണ്ടാക്കുന്നത്? അപ്പോൾ ആദർശ് പെട്ടെന്ന് ഇങ്ങനെ ആലോചിച്ചിട്ട്, മസാല വേണം, മസാല ഇല്ലാതെ ഒന്നും ഉണ്ടാക്കാൻ പറ്റൂല, മസാല എനിക്ക് ആദ്യം കിട്ടണം. അങ്ങനെ എല്ലാവരും കൂടെ മസാല തപ്പുകയാണ്. മസാല തപ്പി നടന്നിട്ട് മസാല എങ്ങും കിട്ടുന്നില്ല. അങ്ങനെ ഒടുവിൽ നമ്മുടെ അഭി എടുത്തുകൊണ്ട് കൊടുത്തിട്ട് പറയണം, ഇതാ ചേട്ടാ മസാല. നോക്കുമ്പോൾ തുറന്നിട്ട് മണപ്പിച്ച് നോക്കുമ്പോൾ മല്ലിപ്പൊടി. എടാ ഇത് മല്ലിപ്പൊടി, നീ ആദ്യം പോയി മല്ലിപ്പൊടിയും മസാലപ്പൊടിയും തമ്മിലുള്ള തിരിച്ചറിയാൻ പഠിക്കടാ എന്ന് പറഞ്ഞിട്ട് അഭിയോട് പറയുകയാണ്. അഭിക്ക് അത് ഭയങ്കര ഷെയിമായി പോവുകയാണ്. അങ്ങനെ പിന്നീട് നമ്മുടെ അനി എവിടേക്കോ തപ്പിയിട്ട് മസാല എടുത്തുകൊണ്ട് കൊടുക്കുകയാണ്. മസാല എടുത്തുകൊണ്ട് കൊടുക്കുമ്പോഴത്തേക്ക് ആദർശം മസാല മേടിച്ചു. അപ്പോൾ ഇനി തുടങ്ങാമല്ലോ പാചകം, മസാല കിട്ടിയല്ലോ എന്നിങ്ങനെ എല്ലാവരും കൂടി പറയാണ്. അപ്പോൾ അടുത്തൊരടവെടുക്കുകയാണ്. നമ്മുടെ ആദർശം പറയണം, മസാല കിട്ടി, പക്ഷേ ഇനി പാചകം തുടങ്ങണമെന്നുണ്ടെങ്കിൽ പെപ്പർ പൗഡർ വേണം. പെപ്പർ പൗഡർ ഇല്ലാതെ ഒരു കാര്യവും നടക്കില്ല. പാചകം തുടങ്ങണോ പെപ്പർ പൗഡർ കിട്ടിയിരിക്കണം എന്ന് പറയാണ്. അങ്ങനെ എല്ലാവരും പെപ്പർ പൗഡറിൻ്റെ പുറകെ പോവുകയാണ്. അങ്ങനെ എപ്പിസോഡ് കഴിയാണ്. നല്ലൊരു അടിപൊളി എപ്പിസോഡായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ പത്തരമാറ്റ് സീരിയലിൻ്റെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടപ്പെട്ടവരൊക്കെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്തേക്കുക. നമ്മുടെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ബായ്.